10 ദിവസം നീണ്ടുനിന്ന ആശങ്കകൾ, അവകാശവാദങ്ങൾ. 11ാം ദിവസം കേരളം കാത്തിരുന്ന ആ ഉത്തരമെത്തി. കേരളത്തിന്റെ 24ാമത്തെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ. അവസാന നിമിഷം സതീശന് നറുക്ക് വീണെങ്കിലും കേരള ജനതയ്ക്ക് ഒരു ഉത്തരത്തിനായി ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമയെ വെല്ലുന്ന കാഴ്ചകളാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കേരളം കണ്ടത്. വോട്ടെണ്ണൽ നടന്ന മെയ് 4 ഉച്ചയ്ക്ക് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരെ കേന്ദ്രീകരിച്ച് അണിയറ നീക്കങ്ങൾ തുടങ്ങിയിരുന്നു. MLA-മാരുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ 3 ക്യാമ്പുകളും സജീവമാക്കിയതോടെ പോര് തെരുവിലേക്കും നീണ്ടു. ഫലം വന്ന് 3ാം ദിവസമാണ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം വിളിച്ചത്. യോഗത്തിൽ പങ്കെടുക്കാൻ ഹൈക്കമാൻഡ് നിരീക്ഷകരെ അയക്കുമെന്നും അവർ MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുമെന്നും അറിയിച്ചു. അതോടെ സമൂഹ മാധ്യമങ്ങളിലെ പക്ഷം പിടിക്കൽ പതുക്കെ ഫ്ലെക്സ് പോരിലേക്ക് മാറി. പ്രചാരണം നയിച്ച വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രി പദത്തിന് യോഗ്യനെന്ന് സതീശൻ പക്ഷം വാദിച്ചു. സീനിയോറിറ്റി ചൂണ്ടിക്കാട്ടിയാണ് രമേശിന് വേണ്ടി അനുയായികൾ രംഗത്തിറങ്ങിയത്. കോൺഗ്രസ് MLA-മാരിൽ ഭൂരിപക്ഷം പേരുടെയും പിന്തുണ KCക്കാണെന്ന് ആ പക്ഷം അവകാശപ്പെട്ടു. പൊതുവികാരം കണക്കിലെടുക്കണമെന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചത്. MLA-മാരിൽ നിന്ന് ഒരാളെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നായിരുന്നു കേരള കോൺഗ്രസിന്റെയും അഭിപ്രായം. കേരളത്തിലെത്തിയ AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മക്കനും ഇന്ദിരാഭവനിൽ നടന്ന പാർട്ടി നിയമസഭാ കക്ഷി യോഗത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കൊപ്പം പങ്കെടുത്തു. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തി യോഗം ഐക്യകണ്ഠേന പ്രമേയവും പാസാക്കി. ചർച്ച കഴിഞ്ഞിറങ്ങിയ മുകുൾ വാസ്നിക്കിന്റെ കയ്യിലിരുന്ന് പട്ടിക പുറത്തായത് വൻ വിവാദമായി. മെയ് 7 തിരിച്ച് ഡൽഹിയിലെത്തിയ നിരീക്ഷകർ പിറ്റേന്ന് റിപ്പോർട്ട് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെക്ക് കൈമാറി. തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനായിരുന്നു ഹൈക്കമാൻഡിന്റെ ശ്രമം. അതിനായി 3 നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. എന്നാൽ കാര്യങ്ങൾ അവിടെയും തീർന്നില്ല. കേരളത്തിൽ നടക്കുന്ന ഫ്ലെക്സ് പോരും പ്രകടനങ്ങളും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് പറഞ്ഞ രാഹുലും ഖർഗെയും അതിൽ കടുത്ത അതൃപ്തി അറിയിച്ചു. ഇതിനു പിന്നാലെ മുൻ KPCC പ്രസിഡന്റുമാരെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും മുതിർന്ന നേതാക്കളെയും ഒരു വട്ടം കൂടി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിൽ തീരുമാനമാകാത്തതിനെ തുടർന്ന് വലിയ ട്രോളുകളും ഉയർന്നു. അവസാനം മെയ് 13 തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് സൂചനകൾ വന്നെങ്കിലും ഒന്നിനും ഉത്തരം കിട്ടിയില്ല. വൈകിട്ട് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച നടന്നു. പിന്നാലെ ജയറാം രമേശ് ചർച്ചകൾ പൂർത്തിയായെന്നും നാളെ പ്രഖ്യാപനമുണ്ടാകുമെന്നും അറിയിച്ചു. അങ്ങനെ അവസാനം മെയ് 14 12 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ച് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു. 2 മത്സരങ്ങൾ ജയിച്ചാണ് വി.ഡി. സതീശൻ ഇത്തവണ വിജയുടെ കസേരയിലിരിക്കുന്നത്. ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ്, രണ്ടാമത് മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പാർട്ടിയിലെ തിരഞ്ഞെടുപ്പ്. ഉദ്യോഗത്തോടെയാണ് 2 ഫലങ്ങളും അറിയാൻ രാഷ്ട്രീയ കേരളം കാത്തിരുന്നത്. ഒടുവിൽ ആ വിശേഷണം സതീശൻ തന്റെ പേരിനൊപ്പം എഴുതി ചേർത്തു: കേരള മുഖ്യമന്ത്രി. 30 വർഷമായി പറവൂരിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF എന്നാൽ സതീശനാണ്. മനസ്സിൽ ഏത് വിഷമം വന്നാലും പറവൂരിലൂടെ ഒന്ന് കറങ്ങിയാൽ തീരത്തക്ക ആത്മബന്ധമുണ്ട് സതീശന് ആ നാടുമായി. 1996 തെരഞ്ഞെടുപ്പിൽ സതീശൻ ആദ്യമായി മത്സരിക്കാനെത്തുമ്പോൾ പറവൂർ ഇടതുകോട്ടയായിരുന്നു. ആദ്യവട്ടം CPI-യിലെ P. രാജുവിനോട് 1116 വോട്ടുകൾക്ക് പരാജയപ്പെട്ടെങ്കിലും പറവൂരിൽ നിന്ന് മടങ്ങിയില്ല. പറവൂരിനെ പ്രവർത്തന കേന്ദ്രമാക്കി ആ നാടിന്റെ ഹൃദയത്തിൽ സ്ഥാനമുറപ്പിച്ചു. പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം ഉയർത്തി. മണ്ഡലം അങ്ങനെ സതീശനൊപ്പം നിന്നു. എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടശ്ശേരി ദാമോദര മേനോന്റെയും വിലാസിനി അമ്മയുടെയും മകനായി 1964 മെയ് 31 സതീശൻ ജനിച്ചത്. വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ രാഷ്ട്രീയത്തിൽ ഇടപെട്ട സതീശൻ പനങ്ങാട് ഹൈസ്കൂളിൽ നിന്ന് സ്കൂൾ ലീഡറും പിന്നീട് തേവര SH കോളേജ് യൂണിയൻ ഭാരവാഹിയുമായി. അങ്ങനെ പൊതുരംഗത്ത് സജീവമായി. MG സർവകലാശാല യൂണിയൻ ചെയർമാനും NSU ദേശീയ സെക്രട്ടറിയുമായും പ്രവർത്തിച്ചു. നിയമ ബിരുദധാരിയായ സതീശൻ കുറെ കാലം അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം, നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റികളുടെ ചെയർമാൻ സ്ഥാനം എന്നിവ വഹിച്ചു. തമിഴ്നാടിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി ആയിരുന്നു. 5 വർഷം KPCC ഉപാധ്യക്ഷ പദവിയും വഹിച്ചു. മികച്ച MLA-ക്കുള്ള 25-ലേറെ അവാർഡുകൾ ലഭിച്ചു. 2001 മുതൽ പറവൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ അംഗമാണ്. 2021 മുതൽ 26 വരെ പ്രതിപക്ഷ നേതാവുമായിരുന്നു.